മാഷെ, ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടി ചില ചരിത്ര സത്യങ്ങളെ മറച്ചു വെച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ഇന്ത്യ എന്ന് ചില കാര്യങ്ങൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നെഹ്റുവിന്റെ മരണം സംബന്ധിച്ചിട്ടുള്ള നിഗൂഢതയെക്കുറിച്ചാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പലപ്പോഴായിട്ട് പലരും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇത് വീണ്ടും എൻ്റെ കൺമുമ്പിലേക്ക് എത്തുമ്പോൾ ഒന്നുകൂടെ സംസാരിച്ചു പോകണമെന്ന് എനിക്ക് തോന്നി. കാരണം ചില കാര്യങ്ങളൊക്കെ മാറ്റി മറച്ചു വെച്ചുകൊണ്ട് ചില ചരിത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള തോന്നിയത് കൊണ്ടാണ്. ഇപ്പോൾ ഇത് പ്രധാനമായിട്ടും BJP നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന സുബ്രഹ്മണ്യ സ്വാമി നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നെഹ്റുവിന്റെ മരണം ഹൃദയസ്തംഭനം മൂലമല്ല, മറിച്ച് അത് സിഫിലിസ് എന്ന് പറയുന്ന ഒരു ലൈംഗിക രോഗം ബാധിച്ചിട്ടാണ്. ഇതിന്റെ രേഖകൾ അത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. സത്യമാണോ മാഷെ? ഇങ്ങനെ പല കാര്യങ്ങളും ഈ നെഹ്റു കുടുംബത്തെ കുറിച്ച് പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിൽ സത്യമാവാതിരിക്കാൻ തരമില്ല. കാരണം അതിൻ്റെ പ്രൂഫൊക്കെ നേരത്തെ വന്നതാണ്. നെഹ്റു മ്യൂസിയത്തിൽ രേഖാപരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ മരണ സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട കാര്യങ്ങളും അതുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നെഹ്റു എന്ന മനുഷ്യൻ്റെ ചരിത്രം ആ മരണമല്ല, ആ ജീവിതമാണ്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മളിപ്പോൾ സമ്പൂർണ്ണ മനുഷ്യരെ നമ്മൾ വിലയിരുത്താറുള്ളത് ജീവിതവും മരണവും ചേർത്താണ്. രണ്ടും ഒരുപോലെ മഹത്തരമായിരിക്കും. അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെക്കാളും മഹത്തരമാണ് ആ മരണം എന്ന് പറയാറുണ്ട്. M. ഗോവിന്ദൻ്റെ കവിതയുണ്ട്, എന്താണ് ഗാന്ധി ആ ജീവിതമല്ലാതെ, എന്താണ് ആ ജീവിതം ആ മരണമല്ലാതെ. ജീവിതവും മരണവും തമ്മിൽ പൂരിപ്പിക്കുന്ന ജീവിതങ്ങൾ ലോകത്ത് അപൂർവമുണ്ട്. അത്തരക്കാരാണ് നമ്മൾ രക്തസാക്ഷികൾ എന്നൊക്കെ വിളിക്കുക. പക്ഷേ പൊതുവെ രാഷ്ട്രത്തലവന്മാരായ നേതാക്കന്മാരെ, നമ്മുടെ പൊതുപ്രവർത്തകന്മാരായ നേതാക്കന്മാരെ, അവരുടെ ജീവിതത്തെ വിലയിരുത്തിയാൽ മതി. മരണത്തെ അങ്ങനെ ഓർക്കേണ്ട ഒരു കാര്യമാവില്ല. കാരണം സ്വകാര്യമായ കാരണങ്ങൾ വല്ലതും. കാരണം ഒരു പൊതു വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു നാഷണൽ ഫിഗർ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫിഗർ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫിഗർ, അല്ലെങ്കിൽ കൾച്ചറൽ ഫിഗർ, ഒരു സ്റ്റാർ ആരാവട്ടെ, അവരുടെ ജീവിതം എന്ന് പറയുന്നത് രണ്ടും ചേർന്നതാണ്. ഒരു പബ്ലിക് ലൈഫും ഉണ്ടാവും, ഒരു പ്രൈവറ്റ് ലൈഫും ഉണ്ടാവും. അവരുടെ പബ്ലിക് ലൈഫിനെയും കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ വിലയിരുത്തുക. ഇപ്പോൾ ഉദാഹരണം, ചങ്ങമ്പുഴയെ വിലയിരുത്തുമ്പോൾ നിങ്ങളുടെ സദാചാര മൂല്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരില്ലേ? P. കുഞ്ഞിരാമൻ നായരെ വിലയിരുത്തുമ്പോൾ അങ്ങനെ വേണ്ട, വയലാറിനെ വിലയിരുത്തുമ്പോൾ അത് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അവരുടെ കവിതയെ ആസ്വദിക്കുക, അവരുടെ ജീവിതത്തെ മീൻസ് അവരുടെ സ്വകാര്യമായ ജീവിതത്തെ. സ്വാർത്ഥമായിട്ടുള്ള പല താല്പര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയല്ലേ ആരാത്? നെഹ്റു. അല്ല, അത് വിലയിരുത്താം, അത് ഇഷ്യൂ വേറെയാണ്. ഇപ്പോൾ പക്ഷേ സുബ്രഹ്മണ്യ സ്വാമി ഞാൻ കണ്ട ക്ലിപ്പിൽ അദ്ദേഹം അത് കുറേ കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അദ്ദേഹം നേരത്തെ ജനതാ പാർട്ടിയാണ്, അന്നേ കോൺഗ്രസ് വിരുദ്ധനാണ്. പിന്നെ പോയി അദ്ദേഹം BJPയിൽ ചേർന്നു. BJPയിൽ അതിശക്തമായി, ഒരുപക്ഷെ BJPയിലെ നിലവിലുള്ള ഏത് നേതാവിനേക്കാളും കൂടുതൽ കോൺഗ്രസ് വിരുദ്ധ പ്രചാരണങ്ങളും, അതും വസ്തുനിഷ്ഠമാണ് കേട്ടോ. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള രേഖകളൊക്കെ കറക്റ്റാണ്. അദ്ദേഹം നടത്തിയതുപോലുള്ള അഴിമതി വിരുദ്ധ പോരാട്ടം, അദ്ദേഹം നടത്തിയതുപോലുള്ള കോൺഗ്രസ് വിരുദ്ധ പോരാട്ടം, നാഷണൽ ഹെറാൾഡ് കേസ് അദ്ദേഹം കൊടുത്താണ്. അദ്ദേഹം കോൺഗ്രസിനെതിരെ ഫൈറ്റ് ചെയ്ത ഏറ്റവും വലിയ നേതാവാണ്. പക്ഷേ BJP എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തില്ല, BJPയിലായിരിക്കുമ്പോഴല്ല, അദ്ദേഹം ജനതാ പാർട്ടിയിലായിരിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രിയായത്, ചന്ദ്രശേഖറിന്റെ മന്ത്രിസഭയിൽ. ചന്ദ്രശേഖർ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു BJPയിൽ അദ്ദേഹം വല്ലാതെ ഒതുക്കപ്പെടുകയും ഇടക്കാലത്ത് എപ്പോഴും കുറച്ചു കാലം രാജ്യസഭ 2022 വരെ മറ്റേ രാജ്യസഭയിൽ അംഗമായിരുന്നുള്ള ഒഴിച്ചാൽ ഭയങ്കര കാലിബറുള്ള നേതാവാണ്, ചെറിയ കാര്യമല്ല. പക്ഷേ ഞാൻ ഇത് ചോദിച്ചത് ആക്ച്വലി അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് ഉണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ പല സ്ത്രീകളുമായിട്ടൊരു ബന്ധം നിലനിർത്തുക, മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു കൾച്ചർ ഇപ്പോഴുള്ള ഗാന്ധി കുടുംബത്തിന്റെ തലമുറയിലും ഉണ്ടോ? അതായത് രാഹുൽ ഗാന്ധിയുടെ യാത്രകളും പല അഭ്യൂഹങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുള്ളതാണ്. ഒരു നല്ല ചരിത്രം എന്ന് പറയാനായിട്ട് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നതാണ്. അതായത് ഒരു നല്ല ചരിത്രം ഉണ്ടാക്കാനായിട്ട് ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ കോൺഗ്രസ് ആണ് മറ്റുള്ളവർക്ക് നേരെ കടന്നാക്രമണവും നടത്തുന്നത്. കോൺഗ്രസ് ഇപ്പം ഇത്തരം കാര്യങ്ങളിൽ വ്യക്തിപരമായ കടന്നാക്രമണങ്ങളിലേക്ക് ഏതളവ് വരെ പോകുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ നല്ലത് ചീത്ത എന്നൊക്കെ തീരുമാനിക്കുന്നതിന് അവനവൻ്റെ ധാരണകൾ സെറ്റ് ചെയ്യും.
അവനവൻ്റെ മാതൃക സെറ്റ് ചെയ്യും. ഇപ്പോൾ നെഹ്റു തന്നെ അവകാശപ്പെട്ടത് ഞാനൊരു ലക്ഷണമൊത്ത ഇന്ത്യൻ പൗരനാണെന്നല്ല, ഇന്ത്യൻ കൾച്ചറിനോട് കൂറ് പുലർത്തുന്ന ഒരാളാണെന്ന് അദ്ദേഹം പോലും അവകാശപ്പെട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ ഗ്ലോബൽ സിറ്റിസനാണ്. ഗ്ലോബൽ സിറ്റിസൻ്റെ ഒരു ക്യാരക്ടർ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അതൊരു യൂറോപ്യൻ ക്യാരക്ടറായിരിക്കും. എഡ്വിന മൗണ്ട് ബാറ്റനുമായിട്ടുള്ള റിലേഷൻ അദ്ദേഹം ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. അദ്ദേഹം വേറെയും പലരെ കുറിച്ചുള്ള ബന്ധങ്ങൾ വളരെ സത്യസന്ധമായി അദ്ദേഹം എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അതിനെ സാധൂകരിക്കാൻ വേണ്ടി അദ്ദേഹം അത് എഴുതിയതായിക്കൂടെ? അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ സാധൂകരിക്കാൻ അദ്ദേഹം ഈ ഒരു വീക്ഷണകോണിൽ പറഞ്ഞതായിക്കൂടെ? അല്ല, അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹം ജീവിച്ചത് തന്നെ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ജീവിച്ച പലരും. ഇപ്പോൾ ഷെയ്ഖ് അബ്ദുള്ളയുടെ ആത്മകഥയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഷെയ്ഖ് അബ്ദുള്ളയുടെ കാശ്മീരിൻ്റെ. അപ്പോൾ വേറെ പലരും, മുഹമ്മദ് യൂസുഫ്, അങ്ങനെ പലരും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ഇദ്ദേഹത്തിൻ്റെ എന്താണ് റോസസ് ഇൻ ഡിസംബർ, MC ചഗ്ല എഴുതിയതിലൊക്കെ നെഹ്റുവിൻ്റെ ഈ നെഹ്റു ഹൈലി റൊമാൻറ്റിക്കാണ്. പിന്നെ നെഹ്റു കണ്ട പെൺകുട്ടികളെയൊക്കെ പ്രണയിച്ചു അല്ലെങ്കിൽ സുന്ദരികളെയൊക്കെ പ്രണയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം സുന്ദരിമാർ നെഹ്റുവിൻ്റെ മുമ്പിൽപ്പെട്ടാൽ അവർ പ്രണയിച്ചു പോകും. അതാണ് നെഹ്റു. അത്ര കാലിബറാണ് നെഹ്റുവിന്. അങ്ങനെ ഒരു നെഹ്റു ഉണ്ട്, അതുകൂടി കാണണം കൂട്ടത്തിൽ. പ്ലസ് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് പലതരത്തിൽ അതിനെ വിലയിരുത്താം. ഒന്ന്, ഒരു ആഗോള മനുഷ്യനായി ഇപ്പോൾ നമ്മളെ ശശി തരൂരിനെ കുറിച്ച് നിങ്ങൾ ആരോടും ഉന്നയിക്കൂലേ? എങ്ങനെ ഉന്നയിക്കുക? ഇതേ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് ശശി തരൂരിനെ ലോകമെങ്ങും കാമുകിമാരുണ്ട്. അവരങ്ങോട്ട് പ്രണയിച്ചതാണ്. ഒന്ന്. രണ്ട്, നെഹ്റുവിനെ പോലെ തന്നെ ഒരു എല്ലാ എഴുത്തും സാഹിത്യവും ഒക്കെയുള്ള ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി എന്ത് തന്നു എന്നത് നോക്കുകയല്ലാതെ ഇവരുടെയൊക്കെ വ്യക്തി ജീവിതം നോക്കേണ്ടതുണ്ടോ? അങ്ങനെ നോക്കിയാൽ, അതിൻ്റെ ദോഷം ഞാൻ പറയാം, അങ്ങനെ നോക്കിയാൽ വ്യക്തിപരമായ ദൂഷ്യങ്ങൾ എടുത്തുകൊണ്ട് മഹാന്മാരെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു സംസ്കാരം ഇന്ത്യക്കാർക്ക് പൊതുവേ ഉണ്ട്. ഇന്ത്യക്കാർക്ക് മാത്രമല്ല, അത് ലോകത്ത് വന്നാൽ തന്നെ നമ്മളത് കണ്ടുപിടിച്ച് കൊണ്ടുവരും. ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി നമ്മുടെ മുമ്പിൽ തന്ന മാതൃകകളിൽ നമുക്ക് സ്വീകാര്യമല്ലാത്ത ഒരുപാടില്ലേ? അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യം നമുക്ക് മാതൃകയാക്കാൻ പറ്റുമോ? അപ്പുറത്തും ഇപ്പുറത്തും പെൺകുട്ടികളെ, സുന്ദരികളായ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ കിടത്തിയിട്ട് താൻ ബ്രഹ്മചാരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന പരീക്ഷണങ്ങളിൽ ആ പെൺകുട്ടികളെക്കുറിച്ച് ഒരിക്കലെങ്കിലും ഇയാളെ ഓർത്തിട്ടുണ്ടാവുമോ? മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഒന്ന്. രണ്ട്, ഇദ്ദേഹത്തിന് ഈ സ്വവർഗാനുരാഗം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ജർമ്മൻ പൗരനുമായി ഇദ്ദേഹത്തിന് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ഹെലൻ കെല്ലൻബച്ച് എന്തോ മറ്റോ പേര്, എനിക്ക് ഓർമ്മയുണ്ട്. ഒരു അമേരിക്കൻ ജേർണലിസ്റ്റാണ് ആ പുസ്തകം എഴുതിയത്. അതായത് ഗാന്ധിയും ഈ ജർമ്മൻ കൂട്ടുകാരനുമായിട്ടുള്ള ചെറുപ്പക്കാരനുമായിട്ടുള്ള കത്തിടപാടുകൾ വെച്ചുകൊണ്ട് അവർ തമ്മിൽ സ്വവർഗാനുരാഗമായിരുന്നു എന്ന് തെളിയിക്കുന്ന ജോസഫ് ലെലിവെൽഡ് എന്നാണ് ആ ജേർണലിസ്റ്റിൻ്റെ പേര്. ജോസഫ് ലെലിവെൽഡ്, ദ മഹാത്മാ എന്നോ മറ്റോ ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധിയെ ചെറുതാക്കാൻ അദ്ദേഹത്തിൻ്റെ ഇത്രയും സ്വകാര്യമായ കത്തിടപാടുകൾ കൊണ്ടുവരുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. എനിക്ക് തോന്നുന്നത് ഏത് മേഖലയിൽ നിങ്ങളൊരാളുടെ കോൺട്രിബ്യൂഷൻ, മലയാള സിനിമയിൽ ഏറ്റവും പ്രമുഖരായ എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും ജീവിതം വിലയിരുത്തിയാൽ നിങ്ങൾക്ക് അവരെ ആരാധിക്കാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെ എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയക്കാർക്കും ആ ആനുകൂല്യം കൊടുക്കണം. രാഷ്ട്രീയക്കാരെയും നല്ലതാണ്. നെഹ്റുവിനെ വിലയിരുത്താൻ ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഒന്നുകൂടി കൂട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇത് മറച്ചു വെക്കാൻ ശ്രമിച്ചത്? ഈ ഒരു ഡാറ്റ ഉണ്ടായിരുന്നു, അത് മാറ്റി എന്നാണല്ലോ പറയുന്നത്. അതൊക്കെ മാറ്റുന്നത് എന്തിനാണ്? അത് സത്യത്തിൽ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും ഇന്ത്യൻ മനസ്സ് ഇതൊന്നും ഉൾക്കൊള്ളാൻ പാകപ്പെട്ടിട്ടില്ല. മാറ്റുന്നത് ന്യായമായിരിക്കും. നെഹ്റുവിൻ്റെ മരണം ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ വഴിവിട്ട ജീവിതം കൊണ്ടാണ് എന്ന് സ്ഥാപിക്കുമ്പോൾ അത് കോൺഗ്രസ്സിന് വലിയ വിപത്തുണ്ടാക്കും. കാരണം അത്രമേലെ പാമരന്മാരായ ഇതൊന്നും ഉൾക്കൊള്ളാൻ, ജനാധിപത്യം പോലും ഉൾക്കൊള്ളാൻ ഇന്ത്യക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞത് അംബേദ്കറാണ്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സാണ്. ആ മനസ്സുകൊണ്ട് ഈ യാഥാസ്ഥികന്മാരായ മനുഷ്യരെ ഓർത്തുകൊണ്ട് അവരിൽ കോൺഗ്രസിൻ്റെ ഭാവിയെ അപകടപ്പെടുത്തും. എന്തിനേറെ പറയുന്നു, പ്രജിതെന്ന് ഓർത്തു നോക്കൂ. ഇപ്പോഴും നമ്മളൊരു രാഷ്ട്രീയ നേതാവിനെതിരായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്താ? ഒരു പെണ്ണ് കേസാണ്. സത്യത്തിൽ ഞാൻ പറയുന്നിപ്പോൾ പെണ്ണ് കേസിൽ തീർത്തും മനുഷ്യത്വരഹിതമായി സബ് ഹ്യൂമൻ എന്നാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ കേസ് ഞാനൊരു സാധാരണ പെണ്ണ് കേസായിട്ടൊന്നും കാണുന്നില്ല. വഴിവിട്ട ഒരു ബന്ധമോ അല്ലെങ്കിൽ നെഹ്റുവിനുണ്ടായിരുന്നത് പോലെ അനുരാഗമോ തീവ്രമായ ബന്ധങ്ങളോ ഒന്നുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായും ഇത് ഒരുതരം മനോരോഗം പോലെ ചൂഷണം ചെയ്യുകയായിരുന്നു കൃത്യമായിട്ട്. മാത്രമല്ല തനിക്കുണ്ടാകുന്ന കുഞ്ഞിനെ അല്ലെങ്കിൽ തൻ്റെ കാമുകിയെ കൊല്ലാനൊന്നും ഇയാൾക്ക് യാതൊരു മടിയുമില്ലാത്ത തരത്തിലാണ്. അപ്പോൾ അത് അങ്ങനെ എടുക്കല്ല ഞാൻ പറയുന്നത്. എങ്കിലും
കൊള്ളാവുന്ന തരത്തിൽ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ പോലും പാർട്ടിക്കുള്ളിൽ ഒരു ഇഷ്യൂ ഉണ്ടായ ആൾക്കെതിരെ എന്താ കൊണ്ടുവരിക? ഇപ്പോൾ എത്ര ഉദാഹരണങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ അന്ന് BJP-യിലുള്ളപ്പോൾ ഇതുപോലെ സ്ത്രീ വിഷയം വന്നിരുന്നു. സന്ദീപ് വാര്യർക്ക് എതിരെ പൊരുതിയിട്ട് സന്ദീപ് വാര്യരെ പുറത്താക്കാൻ മുൻകൈ എടുത്ത കൃഷ്ണകുമാറിനെതിരെ അതേ സംഗതികൾ വന്നു BJP-യിൽ. കോൺഗ്രസിൽ എത്രയത്ത് CPM-നകത്തോ എണ്ണമറ്റ കേസുകൾ. ആർക്കെതിരെയാണ്? എല്ലാ കൊമ്പന്മാരായ നേതാക്കന്മാർക്കെതിരെയും അത്തരം ആരോപണങ്ങളുണ്ട്. പിണറായി വിജയനെ കുറിച്ച് സ്ത്രീ ആരോപണങ്ങൾ നേരിട്ട് വന്നതിലേറെ വന്നിട്ടുള്ളത് മറ്റു തരത്തിലുള്ള ആരോപണങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ഇതൊക്കെയാണോ പൊതുജീവിതത്തെ വിലയിരുത്താനുള്ള മാനദണ്ഡം നോക്കിയാൽ മതി. സുബ്രഹ്മണ്യ സ്വാമി കോൺഗ്രസ് വിരോധത്തിൻ്റെ അങ്ങേയറ്റത്തെ ജീനിയസാണ് കേട്ടോ. ജീനിയസ് ആണെന്ന് തന്നെ പറയണം. അദ്ദേഹം IIT-യിലെ പ്രൊഫസറായിരുന്നു, ചെറിയ ആളല്ല. ഹാർവാർഡിൽ പഠിച്ച, അക്കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടി കൽക്കത്ത യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമുണ്ട്, വലിയ യോഗ്യതയുണ്ട്, കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് വിരോധം കൊണ്ട് പറയാവുന്നതും പറയാൻ പാടില്ലാത്തതും അതിനൊരു പരിധി വെച്ചില്ല. അത് വെക്കേണ്ടതുണ്ട് പൊതുജീവിതത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഈ ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച ആളുകളെ എടുക്കുമ്പോൾ അവരുടെ കോൺട്രിബ്യൂഷനും കുറവായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ സന്യാസിയായി ജീവിച്ച ആളുകൾക്ക് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത സന്യാസിമാർ എത്ര ഉണ്ടാവും? ഒരു വിവേകാനന്ദ സ്വാമികളെ, ഒരു ബുദ്ധനെ ഒക്കെ എടുക്കുക എന്നല്ലാതെ. അപ്പോൾ അതല്ലല്ലോ പൊളിറ്റിക്സ്. പബ്ലിക് ലൈഫിൽ ഒരാൾക്ക് എപ്പോഴും ഒരു സ്വകാര്യതയുണ്ട്. അത് അനുവദിച്ചു കൊടുക്കലാണ് നല്ലത്. നെഹ്റുവിൻ്റെ കാര്യത്തിൽ നെഹ്റു ഇന്ത്യക്ക് എന്ത് ചെയ്തു അത് നമുക്ക് വിയോജിക്കാം, വിമർശിക്കാം. അദ്ദേഹത്തിൻ്റെ ഭരണ നടപടികളോട് വിമർശിക്കാം. അതേസമയത്ത് അദ്ദേഹം സ്വകാര്യമായിട്ട് എഡ്വിനെ കാണാറുണ്ടായിരുന്നു, അവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഒന്നും പറയുന്നത് പൊളിറ്റിക്സ് അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് രാഷ്ട്രീയമേ അല്ല. അത് ആ രീതിയിൽ വേണം എടുക്കാനെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ വഴിവിട്ട പോക്ക് കൊണ്ടുകൂടി ആയിരിക്കണം രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ആർക്കും വേണ്ടാതായത്, BJP-ക്ക് പോലും വേണ്ടാതായത്. ഈ പണി ഒരു പക്ഷേ, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, രാഷ്ട്രീയ എതിരാളികളെക്കുറിച്ച് മാത്രമല്ല, സ്വന്തം പാർട്ടിക്കകത്തെ എതിരാളികൾക്കെതിരെയും ഇത്തരം ആയുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ടാവുമല്ലോ. അത് കാണേണ്ടവർ കണ്ടിട്ടുണ്ടാവും, മനസ്സിലാക്കേണ്ടവർ മനസ്സിലായിട്ടുണ്ടാവും. അതൊക്കെ ആയിരിക്കണം കാരണം എന്നാണ് ഞാൻ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.